RS ഫുട്ബോൾ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ക്ലബ് വേൾഡ് കപ്പ് മത്സരത്തിൽ റയൽ മാഡ്രിഡ് വിസസ് അൽ ഹിലാൽ മത്സരം. എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മത്സരമാണ്. എന്താന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ ഒരു തിരിച്ചുവരവ്, ഷാബി അലോൺസിയുടെ കോച്ചിങ്ങിൽ പുതിയ ഒരു ക്ലബ്ബായിട്ട് റയൽ മാഡ്രിഡ് എങ്ങനെയായിരിക്കും ഗ്രൗണ്ടിൽ പന്ത് കെട്ടുക എന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു, റയൽ ഫാൻസ് പ്രത്യേകിച്ച്. പക്ഷേ പതിവിന് വിപരീതമായിട്ട് റയൽ ശരിക്കും അൽ ഹിലാലിന്റെ മുമ്പിൽ വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ അൽ ഹിലാൽ റയലിനെ വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അമ്മാതിരി കളിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ റയലിന്റെ കാലിൽ ബോൾ തൊടാൻ ഒരു അവസരം കൊടുക്കാതെ ഇൻസാക്കി, ഇന്റർമിലാനെ ചാമ്പ്യൻസ് ലീഗിൽ ഫൈനൽ വരെ എത്തിച്ച കോച്ചാണ് ഇപ്പോൾ അൽ ഹിലാലിന്റെ ക്ലബിൽ കോച്ചായിട്ടുള്ളത്. ഒരു പിടി താരങ്ങളെയും കൊണ്ടുവന്നിട്ട് അടിപൊളിയായിട്ട് ഫസ്റ്റ് 45 മിനിറ്റ് അടിപൊളിയായിട്ട് റയലിനെ പൂട്ടുകയും അതേപോലെ അറ്റാക്കിങ്ങിലും വിങ്ങുകളിലൂടെയും ഗോൾ സ്കോറിംഗ് ആയി എന്ന് വിചാരിച്ച കുറെ ചാൻസുകൾ മിസ്സാവുകയും ചെയ്തു. പക്ഷെ എന്നാലും റയലിനെ ഉറപ്പിച്ചു. 34-ാം മിനിറ്റിൽ റയല് ഗോൾ അടിച്ചു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ റയലിന്റെ കയ്യിൽ ബോൾ കിട്ടുന്നത് വളരെ വളരെ വിരളമായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. എന്താന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായിട്ടും ടിക്കി ടാക്കിയും വിങ്ങുകളിലൂടെയുള്ള കളികളും ഒക്കെ ആയിട്ട് ഒന്നും പറയണ്ട. അൽ ഹിലാല് റയലിനെ നിലംപരിശാക്കി. ഫസ്റ്റ് ഹാഫിൽ 1-1 സമനില ഫസ്റ്റ് ഹാഫിൽ കിട്ടി. 34-ാം മിനിറ്റിൽ ഗ്രാസിയ പുതിയ സ്ട്രൈക്കറായിട്ട് ഇറങ്ങിയ, എംബാപ്പയ്ക്ക് പകരമായിട്ട് സ്ട്രൈക്കറായിട്ട് ഇന്നലെ സ്റ്റാർട്ടിംഗ് ലൈനിൽ ഉണ്ടായിരുന്ന റയൽ മാഡ്രിഡിന്റെ യൂത്ത് ടീമിലെ കളിച്ചിട്ടുണ്ടായിരുന്ന ഗ്രാസിയ 21-കാരനായ ചങ്ങയിലൂടെയാണ് ഗോൾ നേടിയത്. അത് അടിപൊളി ഗോളായിരുന്നു. നല്ല കൗണ്ടറിലൂടെ വന്ന് അടിപൊളി ഒരു ഗോൾ ഫിനിഷ് ചെയ്തു ചങ്ങായി. അതിനുശേഷം 41-ാം മിനിറ്റിൽ മാർക്കോനെ അസൻസിയോ ഫൗൾ ചെയ്തതിന് പെനാൽറ്റി ബോക്സിൽ നിന്ന് പിടിച്ചിട്ടതിന് പെനാൽറ്റി കിട്ടി. അൽ ഹിലാൽ സമനില ഗോൾ നേടി. അപ്പോൾ ഹാഫ് ടൈം അതിനുശേഷം ഒരുപാട് അറ്റംപ്റ്റുകൾ അൽ ഹിലാലിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ 1-2 ഗോള് റയലിന് കൊടുക്കാതിരുന്നത്. ഫിനിഷിങ്ങിന്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസാഗിയുടെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്റർമിലാന്റെ തന്ത്രത്തിലേക്ക് എത്തി. ഡിഫൻസ് കളിക്കാം, ഈ 1-1 സമനിലയിൽ കളി അവസാനിക്കുക. അതേപോലെ തന്നെ അവസാനിച്ചു. റയലിന്റെ ഒരുപാട് അറ്റംപ്റ്റുകൾ. ഹാഫ് ടൈം കഴിഞ്ഞതും അർദ്ധഗുലാറ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നു. കളിയുടെ ടേണിംഗ് പോയിന്റ് ഒക്കെ ഇതൊക്കെയായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന് സെക്കൻഡുകൾക്ക് ഉള്ളിലാണ് ഒരു ഗോൾ അറ്റംപ്റ്റ് ഗോൾ പോസ്റ്റിൽ തട്ടി തെറിച്ചു വന്നത്. അത് റീബൗണ്ടിൽ ഗാസിയ വീണ്ടും ഹെഡ് ചെയ്ത് അത് യാസീന് സേവ് ചെയ്തു. അങ്ങനെ പിന്നെ കുറെ ഒരു 10 മിനിറ്റ് റയലിന്റെ അറ്റാക്കായിരുന്നു. തീപ്പൊരി. വിനീഷ്യസ് ഒരു സൈഡിൽ നിന്ന് പിന്നിലൂടെ കയറി വരുന്നു. ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അൽ ഹിലാലിന്റെ ഡിഫൻസിന്റെയും ഗോൾ കീപ്പറിന്റെ മുന്നിൽ അതൊന്നും ഗോൾ വലയ്ക്ക് ഉള്ളിലെത്തിക്കാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും ഷാബിക്ക് ഫസ്റ്റത്തെ തുടക്കം തന്നെ എന്താണ് പാളിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? എനിക്ക് തോന്നുന്നു കളിക്ക് ശേഷം ഗോൾ കീപ്പറായ കോർട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഞങ്ങൾ ഇപ്പോഴും നമ്മുടെ കാർലോ ആഞ്ചലോട്ടിയുടെ റയൽ മാഡ്രിഡ് തന്നെയായിട്ടാണ് കളിക്കുന്നത്. എന്താ പറഞ്ഞാൽ ഷാബി വന്നിട്ട് 4 ദിവസമായിട്ടുള്ളൂ. 4 ദിവസം കൊണ്ടൊന്നും ഒരു ടീമിനെ കളി ശൈലിയിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും. പിന്നെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചൂട്. നട്ടുച്ച സമയത്തൊക്കെയാണ് ക്ലബ് വേൾഡ് കപ്പ് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് മെയിനായിട്ട് യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും കാണികളിനെ, TV പ്രേക്ഷകരനെ, അവരുടെ വ്യൂവിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം അമേരിക്കയിൽ ഉള്ള ടൈമിന് കളി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പുലർച്ചെ 4 മണിക്കും 5 മണിക്കും 6 മണിക്കൊക്കെയാണ്. മിഡിൽ ഈസ്റ്റിലും അതേപോലെ യൂറോപ്പിലൊക്കെ പാതിരാത്രിയും പുലർച്ചെയൊക്കെയാണ്. ആ സമയത്തൊന്നും കളി കാണില്ല എന്ന് മിക്കവർക്കും അറിയാം. അപ്പൊ അതിന്റെ വ്യൂവർഷിപ്പും കാര്യങ്ങളും പൈസ തന്നെയല്ലേ, അപ്പൊ അതൊക്കെ കുറയുന്ന അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ നട്ടുച്ചയ്ക്കൊക്കെ. ശരിക്കും റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സിന്റെ ഒക്കെ ഇത് നോക്കിയാൽ ശരിക്കും ഭയങ്കര ക്ഷീണിതരായിട്ടുണ്ട്. ഡ്രിങ്ക് ബ്രേക്കിലൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അവരുടെ ബോഡി ശൈലി. ഫസ്റ്റ് ഹാഫിലൊക്കെ അവർ അതിനനുസരിച്ചുള്ള കളി കളിച്ചിട്ടുള്ളൂ. സെക്കൻഡ് ഹാഫിൽ നിലനിൽപ്പാണ്, ജയിച്ച് ഒരു 3 പോയിന്റ് കരസ്ഥമാക്കണം. അതുകൊണ്ട് പരമാവധി നല്ല കളി കളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ചോദിക്കും അൽ ഹിലാൽ പ്ലേയേഴ്സ് ഇല്ലെന്ന്. അൽ ഹിലാലിന്റെ പ്ലേയേഴ്സ് ആണ്, പക്ഷെ അവര് സൗദിയിൽ ഇത്രയും ചൂടിലൊക്കെ കളിച്ച് പരിചയമുള്ള പ്ലേയേഴ്സ് ആണ്. അവർ ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ സൗദിയിൽ അവർ ഒരു പരിധി വരെയൊക്കെ ഈ ഒരു 3 മാസമൊക്കെ നല്ല അത്യുഷ്ണത്തിൽ കളികൾ വരുന്നുണ്ട്. അത് രാത്രി ടൈമിലായിക്കോട്ടെ, ഈവനിങ് ഒക്കെ കളി ഉണ്ടാവും. പക്ഷെ എന്നാലും ആ ചൂടും ഹ്യൂമിഡിറ്റിയും എടുത്ത് സൗദിയിലെ ചൂടുകളൊക്കെ നന്നായിട്ട് അറിയുന്ന ആണ്. അപ്പോൾ അവർക്ക് അതിൽ കളിച്ചൊരു പരിചയമുണ്ട്. ആ പരിചയ സമ്പന്നയാണ് ഇന്ന് ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫില് പിടുത്തം വിട്ട അറ്റാക്കായിരുന്നു. ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കളിയാണ് അൽ ഹിലാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതും റയൽ മാഡ്രിഡിനെയൊക്കെ വരയിക്കാറില്ല, അമ്മാതിരി കളിയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കളി കുറച്ചുകൂടെ അൽ ഹിലാല് ഡിഫൻസിലേക്ക് മാറിക്കഴിഞ്ഞു. അതേപോലെ റയലിന്റെ അറ്റാക്കുകളിലേക്ക് അവർ പ്രതിരോധിക്കാനുള്ള ഇൻസാക്കിയുടെ ശരിയായ ഇന്റർമിലാനിന്റെ തന്ത്രം പ്രവർത്തിച്ചു. അത് വർക്കൗട്ടായി. 90-ാം മിനിറ്റിൽ ഒരു പെനാൾട്ടി അനുകൂലമായിട്ട് റയലിന് കിട്ടി.
അത് ഒരു 50-50 ചാൻസ് ഒക്കെയാണ് ഞാൻ കണ്ടതിൽ ആ ഫൗള് പറയുന്നത്. പക്ഷെ റഫറി വാർന്ന് കൊടുത്തു. അത് നോർമൽ പൊസിഷനിൽ കൈ തട്ടിയാണ്, പക്ഷെ ആളുടെ ഫേസിലായിരുന്നു തട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഫൗൾ വിളിച്ച് പെനാൾട്ടി കൊടുത്തു. പെനാൾട്ടി എടുത്തത് വാൽവേർഡെ ആയിരുന്നു. വാൽവേർഡിന്റെ പെനാൾട്ടി ഒന്നും അങ്ങനെ പഠിക്കാറില്ല, പക്ഷെ ഇന്നത്തെ വാൽവേർഡിന്റെ ദിവസമായിരുന്നില്ല. യാസീൻ അത് സുന്ദരമായി തടുത്തിട്ടു. പിന്നെയും എക്സ്ട്രാ ടൈമിലും 90 മിനിറ്റും 97ഉം 98 മിനിറ്റുകളും റയലിന്റെ അക്രമങ്ങളായിരുന്നു. ചെറിയ കിട്ടിയ അവസരങ്ങൾ കൗണ്ടറിൽ മുതലാക്കാൻ നോക്കി, പക്ഷെ രക്ഷയുണ്ടായിരുന്നില്ല. അതേപോലെ അലക്സാണ്ടർ അർണോൾഡിന്റെ ഇന്നത്തെ കളി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ആള് പുതിയൊരു സ്ഥലമാണ്. സ്പെയിനിനെ പോലത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് സ്പെയിനിൽ വന്ന് അവിടുത്തെ ഭാഷയും അതേപോലെ അവിടുത്തെ കാലാവസ്ഥ ഒരുപാട് കാര്യങ്ങൾ. അത് നേരെ പോകുന്നത് അമേരിക്കയിലെ ക്ലബ് വേൾഡ് കപ്പിനാണ്, അവരുടെ ആദ്യത്തെ കളി തന്നെ. അപ്പോൾ ആൾക്കും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വരും കളികളിൽ ആളും തിരിച്ചെടുക്കുന്ന ഭയങ്കര മോശമായിട്ടുള്ള കളിയായിരുന്നു. ഡിഫൻസിലും ഭയങ്കര മോശമായിരുന്നു, അതേപോലെ അറ്റാക്കിങ്ങിലും 1-2 ബോളൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് മിഡ്ഫീൽഡ് തന്നെയാണ് ഇപ്പോഴും റയലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് 11 ഉണ്ടായിരുന്ന ആർദ ഗുലാന് സെക്കൻഡ് ഹാഫിൽ വന്ന ശേഷമാണ് ഒന്ന് മിഡ്ഫീൽഡിൽ ഉണരാൻ തുടങ്ങിയതും അതേപോലെ പാസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ വിനീഷ്യസ് സെന്ററിന്ന് അതേപോലെ റോഡ്രിയൊക്കെ സെന്ററിന്ന് വന്ന് ബോൾ എടുത്ത് കൊണ്ടുവന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നും കാണാനുണ്ടായി. അതില് സാവി അലോൺസോ മാറ്റം വരുത്താതെ റയൽ മുന്നോട്ട് പോകില്ല ഈ സീസണിൽ, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പോ സെക്കൻഡ് ഹാഫിലാണ് ആർദ ഗുലറിനെ പോലെയൊക്കെ ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു അറ്റാക്കും ക്രിയേറ്റീവ് എല്ലാം കൂടി ചെയ്യുന്ന ഒരു പ്ലെയറിനെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ കളിപ്പിക്കാതെ ചോമിനിനെയും അതേപോലെ വാർബലിനെയൊക്കെ മിഡ്ഫീൽഡായി കളിച്ചു കഴിഞ്ഞാൽ ശരിക്കും മണ്ടത്തരം തന്നെ പറയാം. എന്താണെന്ന് പറഞ്ഞാൽ ഇവരെക്കാൾ ഒരു പിടി മുന്നിലാണ് ആളുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ എന്ന് ഉറപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത കളികളിലൊക്കെ ആർദ ഗുലറിനെയൊക്കെ ഫസ്റ്റ് 11 സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുക. എന്താ പറഞ്ഞാൽ അത്ര ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഹാഫിൽ. അതേപോലെ തന്നെ അൽ ഹിലാലിന്റെ ഓരോ പ്ലെയറിനെ എടുത്തു പറയും. ഗോൾ കീപ്പറായിട്ടുള്ള യാസീന് മുതൽ മാൽക്കം, അതേപോലെ നവാസ്, അതേപോലെ കസഡോ, ഇവരെല്ലാവരും എന്താ പോലെ ഒരു കളി നിരട്ടിക്കുക. അത് സ്പീഡ് ഗെയിമും അതേപോലെ പാസുകളൊക്കെ എത്ര കറക്റ്റ് പാസുകളെന്ന് അവർ ചെയ്തിരുന്നത്. റയലിന്റെ കയ്യിൽ നിന്നൊക്കെ ബോളുകൾ റിക്കവർ ചെയ്തിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നതും അതേപോലെ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും അവരുടെ പ്ലാനിങ് ആയിരുന്നു ഒരു ഗോൾ എങ്ങാനും സ്കോർ ചെയ്യുക. സമനിലയായാലും ഒരു വിജയം, അതിൽ അപ്പുറം ഒന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട നവാസിന്റെ അന്ന് ബെനാൾട്ടിയിലോട് ഗോൾ അടിച്ചു, പക്ഷെ നവാസ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡിഫൻസും ഒന്നും പറയാനില്ല, പിടുത്തം വിട്ട ഡിഫൻസ് തന്നെയായിരുന്നു. റയലിന്റെ അറ്റാക്കുകളിലേക്ക് സെക്കൻഡ് ഹാഫിൽ അറ്റാക്കുകളിലേക്ക് ചേർത്ത് നിർത്തത് ഗോൾ കീപ്പറായ യാസീനും അതേപോലെ ഡിഫൻഡർമാരായിരുന്നു. സൂപ്പറായിട്ട് അവർ ഇന്നത്തെ ഒരു പോയിന്റ് സ്വന്തമാക്കി. ഇനി അടുത്ത 2 കളികളുണ്ട്, അവർക്ക് അതിൽ വിജയിച്ച സെക്കൻഡ് റൗണ്ടിലേക്ക് റയലിന്റെ ഒപ്പം കയറാമെന്നാണ് പ്രതീക്ഷിക്കുക. റയൽ ഇനി ഇതിലെന്തൊക്കെയാണ് മെച്ചപ്പെടുത്തേണ്ടത് സാവി അലോൺസോ അടുത്ത മത്സരങ്ങളിൽ എന്തായാലും മറ്റൊരു നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് 11 തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഗോൾ കീപ്പറായിട്ട് കോർട്ടോ ഉണ്ടായിരുന്നു, അതേപോലെ ഡിഫൻസിൽ അസൻസിയോന്റെ ഇന്നത്തെ വലിയ ഒരു പെനാൾട്ടിക്കുള്ള ഒരു അവസരമായി കൊടുത്തു. അതേപോലെ വലിയ ഡിഫൻസിൽ വലിയ ഇതൊന്നും ഇന്ന് കാണാൻ പറ്റുന്നില്ല. ഹ്യൂജീസന്റെ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തായിരുന്നു. അതേപോലെ അർണോൾഡിന്റെ പ്രകടനം ഇന്ന് നിരാശ ആണ്. പക്ഷെ ആളുടെ ഫസ്റ്റ് ഗെയിമാണ്, ആൾക്ക് ടൈം കൊടുക്കണം. ഒരു ക്ലബിന് വേണ്ടിയിട്ട് ആദ്യ മത്സരം കളിക്കണം. പക്ഷെ എന്നാലും ലിവർപൂളിൽ കണ്ട അലക്സാണ്ടർ അല്ല ഇവിടെ കണ്ടതെന്ന് ശരിക്കും പറയാൻ പറ്റും. അതേപോലെ മിഡ്ഫീൽഡിൽ ഷോമിനിയൊക്കെ ഭയങ്കര ഷോക്കായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർദ ഗുലറിനൊക്കെ ഇനി സ്റ്റാർട്ടിംഗ് 11 അവസരം കൊടുത്തില്ലെങ്കിൽ റയലിന്റെ കാര്യമൊക്കെ മോശമാണെന്ന് ഉറപ്പാണ്. അതേപോലെ ഇന്നത്തെ ഫോർവേഡിൽ 2 പേരും വിനീഷ്യസ് ആയിക്കോട്ടെ അതേപോലെ റോഡ്രി ആയിക്കോട്ടെ അത്യാവശ്യം നല്ല രീതിക്ക് ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്ട്രൈക്കറായിട്ട് വന്ന ചങ്ങ 6 ഷോട്ട് എങ്ങാനും അടിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഷോട്ടാണ് ഗോളായത്. അതും ഒരു ഡിഫ്ലാക്ഷനിലൂടെയാണ് ആ ഗോൾ വന്നത്. എന്തായാലും ആളാണെന്ന് മാൻ ഓഫ് ദി മാച്ച് ആയിട്ട്, ഗ്രാസിയസ് ആണെന്ന് മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത്. അതേപോലെ ഇൻസാഗിയെ സംബന്ധിച്ചിടത്തോളം ഈ കളി ഒരു വെല്ലുവിളിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ 5-0 ചാമ്പ്യൻസ് ലീഗിൽ PSG-ക്കെതിരെ ഇന്റർമിലാൻ പരാജയപ്പെട്ട് അതിനുശേഷം അവിടെ നിന്ന് കോച്ച് സ്ഥാനം രാജിവെച്ച് മില്യൺ കണക്കിന് പൈസ വാങ്ങിച്ചിട്ടാണ് അൽ ഹിലാലിൽ കോച്ചായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങേക്ക് ഇവിടെ ചുരുങ്ങിയത് ഒരു സെമി ഫൈനലെങ്കിലും അൽ ഹിലാലിനെ കൊണ്ട് എത്തിക്കേണ്ട കാര്യമുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള പ്രിപ്പറേഷനിൽ തന്നെയാണ് ആളുടെ കളി. ഇന്നത്തെ സ്ട്രാറ്റജി നോക്കിയാൽ തന്നെ നമുക്കറിയാം. എന്തായാലും റയലിന് ടൈം കൊടുത്തേ പറ്റൂ. അതേപോലെ സാവി അലോൺസോയ്ക്കും ടൈം കൊടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും ആളുടെ ഫസ്റ്റ് ഗെയിമാണ്, അതും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അമേരിക്കയിൽ പോയിട്ട് അവിടെ പോയിട്ട് നട്ടുവെച്ച സമയത്ത് കളിക്കാന്ന് പറഞ്ഞാൽ അതും സൗദിയിൽ കളിച്ചിട്ടുള്ള പരിചയമുള്ള ഒരു ടീം. അതാവുമ്പോൾ സത്യമായിട്ടും എന്തായാലും നമുക്കത് കളിയുടെ തന്നെ നോക്കി ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇവരുടെ ഇന്നത്തെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ റയൽ മാഡ്രിഡ് 19 കിക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 7 എണ്ണം ഓൺ ടാർജറ്റ് ആണ്. അതേപോലെ അൽ ഹിലാല് 13 ഷോട്ടുകൾ, അതിൽ 2 എണ്ണം മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് വന്നത്. പൊസിഷൻ നോക്കണേ 53-47 ആണ്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താണ് ഫസ്റ്റ് ഹാഫിൽ മൊത്തം അൽ ഹിലാലും സെക്കൻഡ് ഹാഫിൽ മൊത്തം റയൽ മാഡ്രിഡ് ആയിരുന്നു. അങ്ങനെ കളി പാസസ് വന്നിട്ട് 498 പാസ് റയൽ കംപ്ലീറ്റ് ചെയ്ത് 468. ഏകദേശം 2 ടീമും ഫസ്റ്റ് ഹാഫിൽ ഇവർ കളിച്ചാണ്, സെക്കൻഡ് ഹാഫിൽ റയലും കളിച്ചിട്ടുണ്ട്. പാസിംഗ് അക്യുറസി
റയലിന്റെ ഉണ്ടായിരുന്നപ്പോൾ 84% ആണ് അൽ ഹിലാലിന്റെ ഉണ്ടായിരുന്നത്. അതേപോലെ ഫൗൾ 9ഉം 10ഉം കമ്മിറ്റ് ചെയ്തപ്പോൾ യെല്ലോ കാർഡ് റയൽ മാഡ്രിഡിന് 1 3 യെല്ലോ കാർഡ് കിട്ടിയത് അൽ ഹിലാലിനാണ്. അത് അവസാന പെനാൽറ്റി സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ കോർണേഴ്സ് റയൽ മാഡ്രിഡ് 5 വിൻ ചെയ്തപ്പോൾ അൽ ഹിലാൽ 6 വിൻ ചെയ്തു. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമിന്റെ ഏകദേശം കറക്റ്റ് ആണ്, സിമിലാരിറ്റി ഉള്ളൊരു സ്റ്റാറ്റസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ റയൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അൽ ഹിലാലിന്റെ തന്ത്രം ഡിഫൻഡ് ആയിരുന്നു. ആ ഡിഫൻഡ് നന്നായിട്ട് അവർക്ക് എന്താ പറയുക ഫിസിക്കലി നല്ലൊരു ഗെയിം ആയിരുന്നു അവരിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ റയലും അൽ ഹിലാലും വിജയിച്ച് തന്നെ അടുത്ത റൗണ്ടിലേക്ക് രണ്ട് ടീം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കും. അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് അൽ ഹിലാലിന്റെ കയ്യിൽ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്ന ടാറ്റ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും.